ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രുതി രജനീകാന്താണ്. നടി എന്ന നിലയിൽ, മോഡൽ എന്ന നിലയിലൊക്കെ നമുക്ക് ശ്രുതിയെ അറിയാം. ഇപ്പോൾ പുതിയ റോളിൽ ശ്രുതി വന്നിരിക്കുകയാണ്. ഒരു സംരംഭകയുടെ വേഷമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനെ എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ പെർഫ്യൂം പ്രോജക്റ്റ് എന്ന സംരംഭവുമായി ബന്ധപ്പെട്ട് അതുമായി മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സ്വാഗതം ശ്രുതി ന്യൂസ് 3യിലേക്ക്. താങ്ക് യു സോ മച്ച്. ശ്രുതി, പെർഫ്യൂം പ്രോജക്റ്റ്, ആ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കുപ്പിയിലുള്ള നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണം എന്ന രീതിയിൽ അതിനെ എല്ലാവർക്കും തോന്നുന്ന ഒരു പേര് കൂടിയാണ് അത്. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയത്? ഇതൊരു സംരംഭമാകുമെന്ന് വിചാരിച്ച് തുടങ്ങിയ യാത്രയല്ല. എനിക്ക് മണങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുപ്പിയിലുള്ള ഒരു പ്രൊഡക്റ്റിനുള്ളിൽ ഞാൻ പെർഫ്യൂംസിനെ കാണുന്നത് ഒരുപാട് ഇമോഷൻസ് ആയിട്ടാണ്. ഒരുപാട് നമ്മളുടെ അടുത്ത് നിൽക്കുന്ന പലരെയും ഓർക്കുന്നത് മണങ്ങൾ കൊണ്ടാണല്ലേ. അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മണങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എവിടെ ചെന്നാലും എനിക്ക് ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഓരോരോ മണങ്ങള്, ചില കാര്യങ്ങള്, ചില സമയങ്ങള് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരുന്നത് മണങ്ങളായിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഒഴിവ് സമയം അഭിനയത്തിന്റെ ഇടയിൽ കിട്ടിയപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാമെന്ന് തോന്നി. അങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞ് അടുത്തുള്ളവർക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അവർക്ക് വളരെ ഇഷ്ടമായി. അവരാണ് എന്നോട് ഇങ്ങനെ ഒരു ഐഡിയ വെച്ചത്, ഇത് നിനക്ക് എല്ലാവരിലേക്കും എത്തിച്ചൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി എല്ലാവരിലേക്കും എനിക്ക് എത്തിക്കാൻ പറ്റുമോ, അതിനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് സുഹൃത്തുക്കള് ഉണ്ട്, നല്ല ഉപദേശങ്ങളും ഒരു ഗൈഡൻസും ഒക്കെ കൊണ്ട് ഒരു 10 മാസം 3 വർഷത്തോളം ഞാൻ പഠിച്ചു. അപ്പൊ ഒരു ലാസ്റ്റ് 10 മന്ത് ആയിട്ടാണ് നമ്മളിതൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ എടുത്തത്. അങ്ങനെ ആണ് ഇപ്പോ പെർഫ്യൂം പ്രൊജക്ട് ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ഒരു 1 മന്ത് ആയി നമ്മുടെ ലോഞ്ച് കഴിഞ്ഞിട്ട്. ശ്രുതി അത്രയും തയ്യാറെടുത്ത് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റെസ്പോൺസിനെ എങ്ങനെ കാണുന്നു? ഈ പറഞ്ഞ പോലെ ചുറ്റും നിൽക്കുന്നവർ നേരിട്ട് നമ്മളോട് പറയുന്നതിലപ്പുറത്തേക്ക് നമുക്ക് അറിയാത്തവരിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാ അതിനെ കാണുന്നത്? വളരെ അടിപൊളിയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചുറ്റും നിൽക്കുന്നവര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളുടെ മേലൊരു വിശ്വാസം കൊണ്ടും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് കൊണ്ടും പറയും. പക്ഷെ നമ്മളെ അറിയാത്തവർ, നമ്മളുടെ പേരറിയാം ഇപ്പൊ ഒബ്വിയസ്ലി വെളിയില് ഇത്രയും പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെ പേഴ്സണലി ഒട്ടുമേ അറിയാത്ത ആൾക്കാര് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അത് വാങ്ങിയിട്ട്, എനിക്കിവിടെ ടെൻഷനാണ് അവര് വാങ്ങിയിട്ട് പോകുമ്പോ എന്താവും, അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എങ്ങനെയാണ്. പക്ഷെ ഒട്ടും മറക്കാതെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാവരും തിരിച്ചു വാട്സപ്പിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അവര് തന്നെ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോ ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും എനിക്ക് ഈ ഒരു അനുഭവം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തിനേക്കാളിലും വലിയ ലഹരിയാണത്. പെർഫ്യൂം പ്രൊജക്ട്, അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കുറേ മണങ്ങളുണ്ട്. നമ്മുടെ അമ്മയുടെ മണം, നമ്മുടെ അച്ഛൻ്റെ മണം, അല്ലേ, അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ മണം, അങ്ങനെ കുറേ മണങ്ങളുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ഇത് നമുക്കൊരു ബിസിനസ്സായി എടുക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച ഒരു നിമിഷം ഉണ്ടാകുമല്ലോ, അതിനൊരു മണം കാരണമായിട്ടുണ്ടോ? അതിന് മണം കാരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാല്, നമ്മളുടെ ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്നതിനകത്ത് വേർഡി എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഒരു ഗ്രീൻ ആപ്പിളിന്റെ ഒക്കെ മണമാണ്, ഒരു ഫ്രഷ് മണമാണ്. അത് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മണങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ അതൊരു പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഇതിങ്ങനെ ഓരോ മണങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചിലത് ഫെയിലായി പോകും. അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ പരീക്ഷിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരിലാണ്. അപ്പൊ അതിങ്ങനെ കൊടുത്ത സമയത്ത് ഈ വേർഡി എന്ന് പറയുന്നതിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇത് ഞാൻ പരീക്ഷിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ പക്ഷെ ഇത് മെയിൽ എന്നില്ല, ഫീമെയിൽ എന്നില്ല. ഇവര് വീണ്ടും ഇത് തീർന്നു പോയി, നീ എനിക്ക് ഒന്നുകൂടെ ഉണ്ടാക്കി തരാം, ഞാനത് പൈസ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ലുക്ക്, ഞാനതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാതെ തന്നെ ഐ ഹാവ് റെക്കറിങ് കസ്റ്റമേഴ്സ്. ഞാനത് ഒരു ഇതായിട്ട് അന്നത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ എങ്ങനെയാ റേറ്റ് ചെയ്യേണ്ടതൊന്നും പോലും അറിയില്ല. അപ്പോ അതിനുശേഷമാണ് ഞാനൊരു അബ്ബാസ് അദീര എന്ന് പറഞ്ഞ് ചേട്ടനെ പരിചയപ്പെടുന്നതും. പുള്ളി ഓണർ ഓഫ് ഇംഗ്ലീഷ് കളേഴ്സ്. അപ്പം പുള്ളിനോട് ബിസിനസ് സാധ്യതയെ പറ്റി സംസാരിക്കുന്നതും, പുള്ളി ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ എനിക്കൊരു ബിസിനസ് ഗൈഡൻസ് തന്നതും ഇതിനെപ്പറ്റി പഠിപ്പിച്ചു. ഞാൻ MBA ഒരു ചെറിയ തോതിൽ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട്
എന്നാൽ എനിക്ക് വളരെ സന്തോഷം തരുന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ പറ്റും, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. എനിക്ക് തോന്നുന്നു ആ വേർഡിയാണ് ഇവിടം വരെ എത്താനുള്ള കാരണം. തീർച്ചയായിട്ടും. ശ്രുതി രജനീകാന്ത് എന്ന് പറയുന്ന ആളെ നമുക്കൊക്കെ അറിയാം, പബ്ലിക് ഫിഗർ ആണ്. ഈ പബ്ലിക് ഫിഗർ എന്നുള്ളത് പോസിറ്റീവും നെഗറ്റീവും ആവും. അത് സംരംഭകയാവുമ്പോൾ എന്തേലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഉടനെ പറയും ഇത് ശ്രുതിയുടെ ആണ് എന്ന് പറയും. അതേസമയം അറിയില്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് പേർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല. അപ്പോൾ ഈ രണ്ട് ഇതിനെയും ശ്രുതി എങ്ങനെയാണ് കാണുന്നത്? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മളിപ്പോ തുടങ്ങിയിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് അവാർഡ് കിട്ടി, ഇപ്പൊ ടെക്സിലാണെങ്കിലും നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടി. ആ ഒരു ലെവലിലേക്ക് പെട്ടെന്നൊരു ലെവലപ്പ് കിട്ടിയത് ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൾക്കാരിലേക്ക്, എനിക്ക് തോന്നുന്നു നമ്മളിത് അനൗൺസ് ചെയ്ത ആ ഒരു വീഡിയോ തന്നെ 20 ലക്ഷം ആൾക്കാരിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്രയും അധികം നമുക്കൊരു അതുപോലെ നമുക്ക് റെസ്പോൺസും വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും അധികം നമുക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത്, ഇപ്പൊ ഓൾ ഇന്ത്യ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതും ആ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു ഭയങ്കര പോസിറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ അതേസമയം നെഗറ്റീവ് ചോദിക്കുകയാണെങ്കിൽ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇവരൊരു ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവുമായിരിക്കും, ഇതെന്തായിരിക്കും ഇങ്ങനെ ചെയ്തത്, വെറുതെ വാങ്ങിച്ചു നോക്കാം, നാല് കുറ്റമെങ്കിലും പറയാലോ എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെ നമുക്ക് 1-2 കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. അത് നോട്ട് വിത്ത് അവർ പാക്കേജിങ് ഓർ ഫ്രാഗ്രൻസ് ഓർ എനിത്തിങ്. അവർക്ക് നമ്മൾ പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇതായിരുന്നു. അപ്പം ലുക്ക് സ്മെൽസ് ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ കണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഓൺലൈൻ ഉള്ളവർക്കാണ് ഇത് വന്നിരുന്നത്. അത് പക്ഷെ നമ്മൾ അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്തു ആൻഡ് ദേ ആർ ഹാപ്പി. അത് നമ്മൾ അപ്പൊ തന്നെ, കാരണം അവർ ഉദ്ദേശിച്ച സ്മെൽ ആയിരുന്നില്ല, അവർ ഉദ്ദേശിച്ച വേറൊരു നോട്ടായിരുന്നു. അത് നമുക്കൊരു കസ്റ്റമർ കെയർ ഉണ്ട്, അവിടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അവരത് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെയും ഒരു പിഴവ് പറ്റി. ബട്ട് സ്റ്റിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, നോ പ്രോബ്ലം. കാരണം നമുക്ക് ഈ പറയുന്നത് പോലെ എല്ലാവരും മിസ്റ്റേക്ക് ഒന്നും നടത്താത്തവരൊന്നും അല്ലല്ലോ. അപ്പം തെറ്റുകളിലൂടെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അത്രയും ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് കിട്ടിയിരുന്നില്ല. ശ്രുതി, പെർഫ്യൂം ബേസ് ചെയ്ത് കുറെ സിനിമകളൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലുമൊക്കെ പ്രത്യേക മണങ്ങൾ ചോദിച്ചു വരുന്ന മലയാളികളുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കിത് തുടങ്ങിയിട്ട് ഓർമ്മയുള്ളത്, എന്നോട് ഒരാള് വന്നിട്ട് ചോദിച്ചു, ഞാനൊരു പേഴ്സിന്റെ ഇത് കൊണ്ട് വന്നാൽ ഞാൻ പേഴ്സിന്റെ മണം ഉണ്ടാക്കി തരുമെന്ന്. അതുപോലെ ഷർട്ട് കൊണ്ടുവന്നാൽ ഷർട്ടിന്റെ മണം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചവരുണ്ട്. അത് വേറൊരെണ്ണം വെറൈറ്റി ആയിട്ട് എന്ത് പെണ്ണോ ബോക്സോ അതിന്റെ മണം ആക്കി തരുമോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, ഞാനൊരു കുട്ടി സംരംഭകയാണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മണങ്ങളുണ്ട്. ഞാനും ഇപ്പോഴും എനിക്ക് ആക്സസ് കിട്ടാത്ത കോടിക്കണക്കിന് മണങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് ആക്സസ് ചെയ്യണമെന്നാണ് എന്റെ ഒരു വലിയ ആഗ്രഹം. എല്ലായിടത്തെയും പറ്റുന്നത്രയും സ്മെൽസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അത്രയും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഇങ്ങനെ മിക്സ് ചെയ്താലൊക്കെ ഇത് ഇങ്ങനെ വരും എന്നൊക്കെ അറിയണമെങ്കിൽ ഇതും എന്നൊരു പഠനമാണ്. അതാണ് നമ്മൾ ദ പെർഫ്യൂം പ്രൊജക്ട് എന്നിട്ടിരിക്കുന്നത്. ഇതൊരു പ്രൊജക്റ്റ് ആണ്. ഈ സ്റ്റേജ് എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളോടൊപ്പം ഞാനും പഠിച്ചുകൊണ്ട് വരികയാണ്. ശ്രുതി, എനിക്കിനി ചോദിക്കാണ്, നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം പ്രോജക്റ്റിന്റെ ശ്രുതി തന്നെ അഭിനയിച്ച ആ വീഡിയോ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെയ്യുന്നത് പോലെ എല്ലാ ബോട്ടിലും എന്റെ കരസ്പർശം ഏൽക്കണം എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അതിന് പറ്റുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മള് ഇത് കഴിഞ്ഞിട്ട് ബോട്ടിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിമ്പിങ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് സീൽ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് പാക്കേജിങ്, അതിനൊക്കെ നമുക്ക് വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ഈ സാധനം ഉണ്ടാക്കുന്നത് ഓരോ ബോട്ടിലേക്ക് ഒഴിക്കുന്നത് വരെയും ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് അതിന് ഒരാളെ ഏൽപ്പിക്കാൻ തോന്നില്ല. ജെപി ഒരു ബിഗർ സ്കെയിൽ ആവുമ്പോൾ നമ്മള് പെർഫ്യൂമോളജിസ്റ്റിന് നമ്മളുടെ രഹസ്യക്കൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിർത്തും. ഇപ്പോ എന്തായാലും എന്നെ കൊണ്ട് എന്റെ പവറിൽ പറ്റുന്ന വരെയും ഞാൻ തന്നെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് പെർ ഡേ ഏകദേശം 100 സെയിൽ അനുസരിച്ച് നടക്കുന്നുണ്ട് ഓൾ ഇന്ത്യയില്. അപ്പം ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ പെർഫ്യൂം പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ശ്രുതി എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളിലും സോഷ്യലി തുറന്നു പറയുന്ന ആളാണ്. പലപ്പോഴും അതിൽ കൂടുതൽ കമൻസ് ഒക്കെ ശ്രുതിക്കെതിരെയൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിലൊരു വലിയ അതെ അതിനൊക്കെ ചിലതിനൊക്കെ മറുപടിയും കൊടുക്കാറുണ്ട്, നല്ല അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ അതും കണ്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലൊരു വലിയ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്ന നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഭാഗത്തു നിന്നാണ്. കറുപ്പിന് എന്താണ് കുറവ് എന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് ചോദിക്കേണ്ടി വന്ന, ഞാൻ അപ്പോസിഷനെയാണ് പറയുന്നത്, അവർക്ക് പോലും ചോദിക്കേണ്ടി വന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ വിഷയത്തിൽ? നമ്മൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊക്കെ നേരത്തെ ശ്രുതി തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതിന് തെളിവല്ലേ അത്? അത് നിലനിൽക്കുന്നത് ഇതില് അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതിനകത്തെ ഒരു സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ശാരദാ മാമിനെ പോലെ അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുമ്പോ അല്ലാതിരിക്കുന്നവർ നേരിടേണ്ടി വരുന്നതിനെ പറ്റി ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ കൂടെ മതി. ഇപ്പം അത്രയും എത്തിയിട്ടില്ലെങ്കിലും ഞാനൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് IBS എന്ന് പറയുന്ന ഒരു അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് ലോസ് ആയത്. അപ്പം നമ്മൾ പോകുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാരണം നമുക്ക് വിശക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാനൊരു 1 വീക്ക് കൊണ്ടാണ് 53 kg 38 kg മാറുന്നത്. അപ്പം ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നു, അതിന്റെ കൂട്ടത്തിൽ വർക്ക് ഇതാകുന്നു. അങ്ങനെ നമ്മൾ ഒരു റോളർ കോസ്റ്ററിലാണ് പോകുന്നത്. അപ്പം ആളുകൾ കാര്യം അറിയാതെ അവർക്ക് ചുമ്മാ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. മെലിഞ്ഞിരിക്കുക, കൊട്ടനടിച്ചിരിക്കുക, കണ്ണ് രണ്ടും ഇപ്പൊ വെളി വരുമല്ലോ, ഈർക്കിലേക്ക് എന്തോ ചുറ്റിയ പോലെ ഇരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് വളരെയധികം മാനസികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാനത് പ്രതികരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും അവരും ഇത് നേരിടുന്നുണ്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ ധൈര്യം ഉണ്ടാവണമെന്നില്ല. ഈ പറയുന്ന പോലെ പലരും പല സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, പല പേരന്റിങ്ങിന്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. ചിലർക്ക് അവരുടെ ശബ്ദം തുറന്നു പറയാൻ പേടി ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അതല്ലെങ്കിൽ ചിലപ്പം ഒരു ചെറിയ വാക്ക് കൊണ്ട് അവരുടെ ഫുൾ ലൈഫ് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. അതല്ലാതെ അവർ ഏത് നിറമാണെങ്കിലും എങ്ങനെ ഇരുന്നാലും പൊക്കം ഉണ്ടെങ്കിലും പൊക്കം ഇല്ലെങ്കിലും ഒരു കാര്യവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എത്രയോ പേരെ എനിക്ക് അറിയാവുന്നത് തന്നെ നല്ല ഭംഗി എന്ന് ഇപ്പം നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിൽ നല്ല നിറമുണ്ടാവും, നല്ല മറ്റേ ഈ പുരുഷ സങ്കല്പം അല്ലെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്ന പോലെ വടിവൊത്ത ഇതുമൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വഭാവം നല്ലതല്ലെങ്കിൽ ഇത് എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെയ്തിട്ട് ഒരു മക്കളെ പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അനിയനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇത് എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. ദർ ഇസ് നോ യൂസ് അല്ലേ. ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതാണ് മനുഷ്യന് വേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മളിത് സംസാരിക്കുമ്പോൾ ശ്രുതി, നമുക്ക് ശാരദാ മാമിന്റെ ആ വാക്കുകളൊന്ന് കേട്ട ശേഷം നമുക്കൊന്ന് ഊർജം പകരുന്ന വാക്കുകളാണ്. അതൊന്ന് വാക്കുകൾ കേട്ട ശേഷം ഞാൻ ശ്രുതിയിലേക്ക് മടങ്ങിയത്. ഒരു പ്രതികരണം ഉണ്ടായി. അപ്പൊ ആ പ്രതികരണത്തിനകത്ത് നമ്മൾ തുലന ചെയ്യുകയായിരുന്നല്ലോ. എൻ്റെ ഭർത്താവ് ചീഫ് സെക്രട്ടറി ആയിരുന്നതും ഞാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നു. അപ്പൊ ആ തുലനയിൽ ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷെ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ഇപ്പം ഞാൻ കറുപ്പായതുകൊണ്ട് എൻ്റെ കറുപ്പിനെ പരാമർശിച്ചു വന്നു. അപ്പം കറുപ്പ് എന്നുള്ളതാണോ എന്ന് തുടങ്ങിയ ആ ചിന്തയിൽ നിന്ന് പിന്നെ അതൊരു നിമിത്തമായിട്ടാണ്. വാസ്തവത്തിൽ ഈ കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. തെറ്റായ ബോധം എന്താ? നമ്മുടെ എല്ലാവരും ബോധത്തിലുള്ളതല്ലേ, നമ്മളെല്ലാവരും അറിഞ്ഞു അറിയാതെ. അതാണ് ശ്രുതി, അതിൽ ആ പറച്ചിലുണ്ട്. ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. അത്രയും ബോൾഡായിട്ടുള്ള ശാരദാ മാമിന് പോലും അത് കേട്ടപ്പോൾ ആദ്യം ശ്രുതി പറഞ്ഞതുപോലെ നമ്മളത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ഈ പറയുന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്തു, പിന്നെ വിട്ടു. അപ്പോൾ ഇനി യുദ്ധത്തിന് ഇറങ്ങാൻ വേണമെങ്കിൽ എന്നുള്ളതാണ് അവിടെ നിന്നുള്ള മറുപടി. എന്താണ് തോന്നുന്നത്? അത് മേ ബി ഇപ്പം ആദ്യം ഇട്ട് കഴിഞ്ഞ് എന്തിനാണ് വെറുതെ എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷെ
ഞാനത് വായിച്ചപ്പോ പറഞ്ഞു കുറെ പേര് വെൽവിഷേഴ്സ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇപ്പം മാമിന്റെ ഇതില് തന്നെ പറഞ്ഞു, ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് പ്രതികരിക്കൂ എന്നുള്ളത്. അത് ഇവരെ പോലെ ഉള്ള അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരും സംസാരിക്കണം. ഇപ്പോ നമുക്കിപ്പം ഇതുവരെ വന്ന ജനറേഷനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ പോയ ജനറേഷനെ ആണെങ്കിലും ഇപ്പൊ എന്റെയൊക്കെ എന്ന് പറയുമ്പം എന്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള മൂത്തവരുണ്ട്, അവരെയും നമുക്കൊന്നും പറഞ്ഞു തിരുത്താൻ പറ്റില്ല. കാരണം അവര് പഠിച്ചതേ പാടൂ എന്നുള്ളത് പോലെയാണ്. അവർ പഠിച്ച് വന്നത് തന്നെ ഇതാവുള്ളൂ. അവർക്ക് അതിന് റെക്കർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ അതിനകത്ത് എന്താ മാം ആ പോസ്റ്റില് പറയുന്നുണ്ടായിരുന്നു, വീണ്ടും അമ്മേനോട് 5 വയസ്സുള്ളപ്പോഴെന്തോ ചോദിച്ചെന്ന് എന്നെ ഗർഭപാത്രത്തിൽ എടുത്തിട്ട് വീണ്ടും വെളുത്തതായിട്ട് ഇറക്കാൻ പറ്റുമോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുവോ, അത് ഇറ്റ് ഈസ് ലൈക്ക് വെരി യങ്ങർ ഏജ് അല്ലെ. ഒരു 5 വയസ്സെന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിൽ അത് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോ ആ കുട്ടീന്റെ ചുറ്റും നിൽക്കുന്നവരോ നീ കറുത്തിട്ടാണ്, അയ്യേ നീ കറുത്തിട്ടാണല്ലോ, ഇതുപോലുള്ള വാക്കുകൾ വളരെ അലക്ഷ്യമായി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അയ്യേ മെലിഞ്ഞിരിക്കുവാ, എന്ത് കോലമായത്, ഇതുപോലുള്ള വാക്കുകള് നമ്മള് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ബേസിക് മാനേഴ്സ് ആയിട്ട് വീടുകളിൽ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴേ നാളെ ഉള്ള സമൂഹം അല്ലെങ്കിൽ ഇനിയിപ്പം എനിക്കുണ്ടാവാൻ പോകുന്ന ജനറേഷൻ അല്ലെ എന്റെ താഴെ വരുന്ന ജനറേഷനുകൾ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. അത് ഇനിയിപ്പം നമുക്കിപ്പം നമ്മുടെയൊക്കെ കാരണവരായിട്ട് നിൽക്കുന്നവരെ ഒന്നും നമുക്ക് പറഞ്ഞു തിരുത്താനൊന്നും പറ്റില്ല. അതാണ് എനിക്ക് അവിടെ ഒരു ചോദ്യം ഉള്ളത്. ഈ കാർന്നോമാരുടെ കാര്യം പറയുമ്പോൾ അവരെന്നാ പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നുണ്ട്, പക്ഷെ അവര് വിടുന്നില്ല. അവരപ്പോഴും നമ്മളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ള വിമർശനങ്ങളോട് എങ്ങനെയാ അപ്പൊ പ്രതികരിക്കാറ്? എന്റെ ചുറ്റിനും വരുന്ന വിമർശനങ്ങളോട് ഞാൻ പ്രതികരിക്കാറുണ്ട്. അത് ഏതറ്റം വരെ പോയാലും ഞാൻ പ്രതികരിക്കാറുണ്ട്. എനിക്കറിയാം ചില സമയത്ത് നമ്മളുടെ വേസ്റ്റ് ഓഫ് എനർജി ആണെന്ന്. പക്ഷെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവിടെ ചുറ്റും നിന്ന് കേൾക്കുന്നതിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. കാരണം അവരത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ പെർസ്പെക്റ്റീവ് മാറി ചിന്തിക്കണം. ഇതിലല്ല കാര്യം, ഹ്യൂമാനിറ്റിയിലാണ് കാര്യം. കറുപ്പിലും വെളുപ്പിലും നിറത്തിലും ഇതിലും ഒന്നും കാര്യമില്ല. നമ്മളെ ഒരു സഹജീവിയായി നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉരുള ചോറ് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതിലാണ് കാര്യം. അന്ന് അവർക്ക് മനസ്സിലാവുന്നിടത്തോളം കാലം പ്രതികരിക്കും. അല്ലാതെ നമുക്കിപ്പോ എല്ലാരെയും നന്നാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ മാറുന്നവർ മാറട്ടെ, മാറ്റം വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ശ്രുതി നമ്മൾ കുറേ അഭിനയം ശ്രുതിയുടെ നമ്മൾ കണ്ടതാണ്, പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ. ശ്രുതി ഒരുപാട് പേരുടെ പൈങ്കിളിയാണ് അല്ലെ, അങ്ങനെ തന്നെ കാണുന്നവരുണ്ട്, അങ്ങനെ തന്നെ വിളിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് ചെയ്തു വെച്ച അത് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന സ്ക്രിപ്റ്റിനപ്പുറത്തേക്ക് ഒരു സംരംഭക എന്ന രീതിയിൽ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി എത്രത്തോളമാണ്? വളരെ വലുതാണ്. കാരണം നമ്മൾ നേരത്തെ എന്ന് പറയുന്നത് നമ്മളുടെ മേളിൽ ആൾക്കാരുണ്ട്. അപ്പൊ അവരനുസരിച്ച് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫീലും വേറെ ഒന്നാണ്. കാരണം അഭിനയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഓരോ ക്യാരക്ടർ ആകാൻ പറ്റുന്നു. അത് വേറെ തന്നെ ഫീലാണ്. പക്ഷെ ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗിലാണ് നിൽക്കുന്നത് ഒരു സംരംഭക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ. ശരിക്കും ഈ പറയില്ലേ, നമ്മൾ അത്രയും നമ്മുടെ തലയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. നമ്മളുടെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ആയാൽ നല്ലതായിരിക്കുമെന്ന് നമ്മളുടെ തലയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഐഡിയ നമ്മൾ അത് മുമ്പോട്ട് വെച്ചു. അതിനുവേണ്ടി നമ്മൾ കുറെ പണിയെടുത്തു. അതിനുശേഷം നമ്മളുടെ താഴേക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്ത് വന്നു. അതിനുശേഷം ഇതൊരു ഫാമിലി ആയി മാറുകയാണ്, ഒരു കുടുംബമായി മാറുകയാണ്. ഒന്നിച്ചൊരു 10 ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു 7, 8, 9 പേര് 9 പേരിൽ മേലുണ്ട്. ഇപ്പൊ ഒരു 10, 11 പേര് ഞങ്ങളിപ്പോ ഒരേ ഒരു ലക്ഷ്യം നോക്കി, അതും എന്റെ ഒരു ഡ്രീം ആയിട്ട് എന്റെ ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരു 18 പേര് അല്ലെങ്കിൽ 11 പേര് വന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഇനി സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കാരണം സിനിമ അഭിനയത്തിലേക്ക് വന്ന ആളാണ്, മോഡലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു എയിം എന്ന് പറയുന്നത് സിനിമ തന്നെയായിരിക്കും. സിനിമയെക്കുറിച്ചും തുറന്നു പറച്ചിലുകൾ നടത്തിയ ആളാണ്. കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ഒക്കെ കാര്യത്തിലും ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തത് താങ്കളാണോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നാണ്. അതെല്ലാം നമ്മൾ കളയുന്നു. അതിപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട അത് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിരുന്നല്ലേ? അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഇത് വന്നപ്പോ എന്റെ ഫേസ് എല്ലായിടത്തും വന്നപ്പോഴാണ് ഇതെല്ലാം ഞാൻ അതായത് ഈ എല്ലാ ന്യൂസ് ചാനലും വന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതുപോലെ മാതാപിതാക്കൾ തന്നെ
എത്തിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആ വ്യക്തി ഞാനല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്, രണ്ടും ഡിഫറെന്റ് വ്യക്തികളാണ്. അപ്പൊ താങ്കളെ പോലെയുള്ള ആളുകൾ വേറെ ഉണ്ട് എന്ന് താങ്കൾക്കും മനസ്സിലായി അല്ലേ? അതെ അതെ, അതിലെനിക്ക് സന്തോഷം. ഈ സിനിമയിലേക്ക് കൂടുതൽ എത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അച്ഛന് വിഷമം ഉണ്ടായി, നമ്മുടെ ഈ പല സമയത്തും ഒക്കെ പോയി കഴിയുമ്പോൾ ആ വിളിക്കാം എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചിരുന്നു, അതിനെക്കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു സംരംഭകയായി നിൽക്കുന്നു. ഈ സംരംഭകയാകാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഈ 3 വർഷത്തെ പഠനവും അതിനുശേഷമുള്ള 10 മാസവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയിരുന്ന ആളുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുകയോ ഒക്കെ ചെയ്തിരുന്നു? എപ്പോഴെങ്കിലും മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടോ, ഈ സംരംഭത്തിലേക്ക് പോകണോ അതോ സിനിമ തേടി പോകണോ? അങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. മാറ്റി നിർത്തിയിരുന്ന ആളുകൾ തിരിച്ചു വന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് തൊട്ടേ, കുഞ്ഞിലെ തൊട്ടേ മൾട്ടി ടാസ്കിങ്, അത് എന്റെ അമ്മയിൽ നിന്നാണ് കിട്ടിയത്. ഭയങ്കര ഒരു സമയം പല പരിപാടികൾ ചെയ്യും, അത് എന്നാൽ ബാലൻസ് ചെയ്യാനും പറ്റും. അങ്ങനെ തന്നെയാണ്. അപ്പം ഇപ്പോഴാണെങ്കിലും അത് തന്നെയാണ് ചെയ്യിക്കുന്നത്. എത്രത്തോളം എനിക്ക് സംരംഭകയാകാൻ ഇഷ്ടമുണ്ടോ അത്രത്തോളം സിനിമയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ വ്യത്യാസം, നേരത്തെ ചോദിച്ച പോലെ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സിനിമയിലെ അവസരങ്ങൾ അവർ തരണം. അത് ഈ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ ആ ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും തോന്നി, ഇത് പ്രൊഡ്യൂസറിന്റെ അപ്രൂവൽ വന്ന് അവിടുന്ന് അവരൊരു കാസ്റ്റിംഗ് മാനേജറെ വെച്ച് നമ്മളെ കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് പൂജ കഴിഞ്ഞ് ഒരു സിനിമ എത്തി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന്റെ ഒരു ഭാഗമാകുന്നത്. പക്ഷെ സംരംഭക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടു, ഇവിടെ വന്നു, ഒരു റിസ്ക് പോയിന്റ് ഇത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഫേസ്, സംരംഭക എന്നുള്ള ഫേസ്, എനിക്ക് അവസരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതാണ് എനിക്ക് എളുപ്പം. മറ്റേത് വേറൊരാൾ തന്നാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് ഇത് എനിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ടച്ച് വുഡ് ഇതുപോലെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നാളെ ഞാനും ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങിയേക്കാം. നല്ല രീതിയിൽ കുറെ പേർക്ക് അവസരം കൊടുക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു പ്രഖ്യാപനമായിട്ടങ്ങ് എടുക്കട്ടെ. ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവിടെ നിന്ന് ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രഖ്യാപനം ആദ്യമായിട്ട് ഞങ്ങളോടാണോ പറയുന്നത്? ആയിരിക്കണം. ഓ, ആയിരിക്കണം. അപ്പൊ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ്, ഞങ്ങളും ഭയങ്കര സന്തോഷം കേട്ടതിൽ. സ്വപ്നം മനസ്സിലായെങ്കിലും മനസ്സിലുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്റെ ചുറ്റും തന്നെ എന്റെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോഴും കഷ്ടപ്പെടുന്നവരെ എനിക്കറിയാം. എനിക്ക് പറ്റുന്നത്രയും കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അത്രയും കണക്ട് ചെയ്യുന്നവരെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും എന്റെ ചിന്തയിലുണ്ട്. ദൈവം സഹായിച്ചാൽ ഡെഫിനറ്റ്ലി. അപ്പൊ സ്വപ്നം എന്തെന്നുള്ള ചോദ്യത്തിന് ഇനി സാധ്യതയില്ല. അതെ, സ്വപ്നങ്ങൾ ഇഷ്ടം പോലെയാണ്, ഒരുപാട് സ്വപ്നങ്ങളാണ്. അഭിനയം ഇപ്പോഴും തുടരുകയാണല്ലോ അല്ലെ? ഇനിയും ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിലോ ശ്രുതിക്ക് തിരക്കായിരിക്കും, ബിസിനസ് ഒക്കെ അല്ലേ എന്ന് വിചാരിക്കുവോ? അങ്ങനെ വിചാരിക്കുമോ എന്നൊരു ഭയം എനിക്കും ഉണ്ട്. വിചാരിക്കാതിരിക്കട്ടെ. അപ്പോ എപ്പോ വേണമെങ്കിലും റെഡിയാണ്, അഭിനയിക്കാൻ റെഡിയാണ് അല്ലേ ശ്രുതി? തീർച്ചയായിട്ടും. അഭിനയിക്കാൻ ഈ നിമിഷം വിളിച്ചാലും നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ടീമാണ്, നല്ല ക്ലീൻ വർക്ക് ആണെങ്കിൽ അവിടെ ഞാൻ ഉണ്ടാവും. കൂടുതൽ ഇഷ്ടം ഈ പറഞ്ഞ പോലെ ടി വിയിലാണല്ലോ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് എത്രത്തോളം ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പൈങ്കിളിയൊക്കെ കഥാപാത്രമൊക്കെ ഏറ്റെടുത്ത ആളുകൾ അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അത് കൂടുതൽ ഇഷ്ടമാണോ ചെയ്യാൻ? അങ്ങനെ സീരിയൽസ് ടിവിയിലെ അവരാണ് എനിക്ക് അവസരം തന്നത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നിന്നത്. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അതും ടിവിയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരാളാണ്. പിന്നെ ഈ പറയുന്ന പോലെ പല ക്രൈറ്റീരിയാസ് ഇതിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് നടന്നില്ല. പിന്നെ നമുക്ക് സമയമായില്ലായിരിക്കും, എന്തോ അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സിറ്റ്കോമിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5 സിനിമ ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ പത്മ മാത്രമാണ് ഒരുപാട് ജനശ്രദ്ധ നേടിയത്. അതിന് അപ്പുറത്തേക്ക് ഒരു ക്യാരക്ടേഴ്സ് എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. പക്ഷെ ഇത് ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സിറ്റ്കോം ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ ചെല്ലുമ്പോ എന്നെ കിളി, പൈങ്കിളി, കിളി, ഉറക്കം എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ രംഗത്തും മുന്നോട്ട് വരാൻ കഴിയട്ടെ. ഏറ്റവും വലിയ സ്വപ്നം അതും നടക്കട്ടെ ഉടനെ തന്നെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.